നട്ടി അവിൽ മിൽക്ക് വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് ഐസ്ക്രീം കേട്ടോ. ഒന്ന് ആ വണ്ടിയിലുണ്ട്. ചെസ്റ്റ് ലെഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ? സിംഗിൾ തന്നെ അല്ലേ കേട്ടോ, അതിൽ നിന്ന് എടുക്കാം കേട്ടോ. മാംഗോസ്റ്റീൻ നരി സാധനം ഒരു 5 കിലോ ഇവിടെ കെട്ടി. ഒരു 2.5 അടുത്ത 2.5. ആ സാധനം സൂപ്പർ കേട്ടോ. ലൊക്കേഷൻ തെറ്റി ഗൈസ്, ഗൂഗിൾ മാപ്പ് സതിച്ചു. എത്തി ഗൈസ്, ഇതാണ് ഫൈസൽ ക, ഷെഫ് ഫൈസൽ ക. എന്റെ മോനെ സീനറി സ്ഥലം. ചെമ്മീൻ 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 ടെക്സ്ചർ ഒക്കെ. ഇതാണ് മാറ്റിൽഡ കേക്ക് കേട്ടോ. ഒരാള് വയനാട്ടിക്ക് വരുന്ന എക്സിക്യൂട്ടീവ് ആവണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷയിലായിരുന്നില്ല. അപ്പൊ ജിമ്മിൽ നിന്നുള്ള ഞങ്ങളെ വയനാട് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാരും ഉണ്ട്. വയനാട്ടിൽ കാണുന്നത് നമുക്ക് ഇതൊന്നുമില്ല. പ്ലാൻ വലുതായി. മുജീബ് ഷിയോട് എന്താ പരിപാടി പറഞ്ഞിട്ട് അർജന്റായിട്ട് വരാൻ പറഞ്ഞ് വണ്ടി പിടിച്ച് കയറ്റാണ്. അപ്പൊ 2 വണ്ടിക്കുള്ള ആളായി. പ്ലാൻ തെറ്റി. നേരത്തെ 10 മണി. പ്ലാൻ ബി ആയി. 2 വണ്ടിയായി. 8-9 ആളായി. അപ്പൊ ഒരു ബെൻസും ഒരു BM നയല്ല സിറപ്പുമാണ്. മുജീബ് ഷിയ ഓൺ ഫ്ലോർ. ഇസ് വേൾഡ് അങ്ങനെ മലപ്പുറം പ്രീതി സിൽക്സിന്റെ റൗണ്ട് അബൌട്ട് എല്ലാവരും ഉണ്ട്. മലപ്പുറത്ത് നമ്മളെ മുത്തുമണിന്റെ ഫലൂദ കഴിച്ചിട്ട് കുറേ കാലമായി. വിത്തൗട്ട് ഷുഗറും വിത്തൗട്ട് ഐസ്ക്രീമും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒക്കെ കിട്ടും. അതൊക്കെയാണ് പ്രീസ് വേൾഡ്. ഇതവിടെ ഇവിടെ അങ്ങനെ സൈഡാക്കി. ഇത് ഒന്ന് ഓണടിച്ച് നോക്കി നീട്ടിക്കാണ്ട് മയിലാലി ഇവിടെ പെരിയിലിരുന്ന് കണ്ട. ഇത് 4 ഉണ്ടല്ല ബാക്കിൽ വണ്ടി. ആയിലുണ്ടോ? ഓക്കെ, ഒരു 2 ആയിക്കോ കൊടുത്താളി. ഇതാക്കണ സാധനം നട്ടി അവിൽ മിൽക്ക് വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് ഐസ്ക്രീം കേട്ടോ. ഒന്ന് ആ വണ്ടിയിലുണ്ട്. സൂപ്പർ മധുരം അടിപൊളിയാ. സാധനം നട്സ് കോൺഫ്ലേക്സ് സൂപ്പർ സാധനം. ഡ്രൈവർക്ക് ക്ഷീണാവും. നട്സ് നോക്കിയിരിക്കാനുള്ള യോഗയുള്ളൂ ഡ്രൈവർക്ക്. നട്സ് തോണ്ടണമെങ്കിൽ സൈഡൊക്കെ തന്നെ വേണ്ടി വരും. ഞങ്ങൾ ഇന്ന് മുതൽ ബ്ലോഗർ ആവാൻ പോവാണ്. തന്നെ ഒഴിവാക്കാനാണ് ഫുഡീഷനെ ഇതിന്ന് ഈ ഒരു വ്ളോഗിന്റെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താം. അതാണ് ഇനി ഞങ്ങളുടെ ഉദ്ദേശം. ഞാനും മുജീബ് കാര്യത്തില് തരംഗം. ഇത് ഡ്രൈ ഫ്രൂട്ട്സും ഇതെന്നാ ഓട്സ് ആണോ? ഓട്സ് അല്ലല്ലോ. സാധനം കൊള്ളാം. സാധനം കൊള്ളാൻ തന്നെ കഴിച്ച എന്റെ കിളി ഞാൻ പറിച്ചു. ഇത് മധുരമില്ല. പറ എന്റെ മുഖത്ത് നോക്കി പറ എങ്ങനെയുണ്ടെന്ന്. സംഭവം ഒരു ഹെൽത്തിയാണ്. അതെ, ഒന്ന് കഴിച്ചു നോക്കി. പെരും മഴ ഒരു സംഗതി കാണില്ല. വയനാട് എപ്പോ എത്തും? വയനാട് അയിലാറ് മഴയാണെന്നാണ് ഇപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ സമയം 12:30 മണി. ഞങ്ങൾ താമരശ്ശേരി വൈറ്റ് ഹൗസ്. വേറൊരു ഓപ്ഷൻ ഇല്ല. വിശപ്പിന്റെ അങ്ങേയറ്റം, വിശപ്പിന്റെ കുയിൽനാദം വയറിൽ വന്ന് ഗദ്ഗതം അടിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മൊത്തം സന്തോഷം കണ്ടില്ല. അപ്പൊ 2 വണ്ടികളിൽ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ നീ കണ്ടില്ലെന്ന് പറയണ്ട. ഒക്കെ പൊക്കിക്കണ്. 044 മന്തി ഓർഡർ ചെയ്ത് കേട്ടോ. മന്തി സാപ്പിടലാമാ? എന്തൊരു നാണം. ഡേറ്റിങ്ങിലോ? ആര് ഡേറ്റിങ്ങോ? ഡേറ്റിങ്ങോ? ആ ഡേറ്റ്. പാലക് ഫ്രൈ. അത് ഈ സോസിൽ മുക്കിയിട്ട് കഴിക്കണം. അവിടുത്തെ ഒരു സ്പെഷ്യലാണ്. പാലക്കിന്റെ ഇല ഫ്രൈ ചെയ്ത്. എന്തായിരുന്നു സാധനം? മന്താച്ചേ ഫുൾ മന്തി, ചിക്കൻ മന്തി. ആർക്ക് ചെസ്റ്റ് ലെഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ലെഗ് വണ്ടി അങ്ങനെ ചെസ്റ്റ് ലെഗ് ഉണ്ട്. ചെസ്റ്റ് വണ്ടി വരും. സിംഗിൾ തന്നെ അല്ലേ കേട്ടോ. അതിൽ നിന്ന് എടുക്കാം കേട്ടോ. ചെസ്റ്റ് പീസ്
കൈത്ത്. ആഹാ, ഇതാണ് പേര് സ്പെഷ്യൽ മുളകച്ചാർ. ഭയങ്കര എരിവേക്കാരം, വളരെ കുറച്ച്. അയ്യോ, ആരാ ബർത്ത്ഡേ? ഇന്ന് മുജീബ് ഷിയാന്റെ ബർത്ത്ഡേ. ഓരോ ദിവസം ഓരോരുത്തരുതാണ്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു പോലെ. മാംഗോസ്റ്റീൻ തോട്ടം നടക്കുമെന്നാവും. ഏതായാലും ആകെ ടൈം കംപ്ലീറ്റ് കഴിക്കുന്നു പോയിക്കണം. വളർച്ച മന്തി, കവറിൽ വേറെ മന്തി. അയ്യടി, ഇപ്പൊ അത് പറഞ്ഞാൽ മതി. കലിപ്പം ഇവിടെ എന്താണ്? ആ ഒന്ന് ചിരിച്ചാണേ, ആ ചിറിയുടെ ഈ ഡയമണ്ടിന്റെ പല്ലിട്ടൊന്നും, ഡയമണ്ടിന്റെ പല്ലൊക്കെ വെച്ചുകാണ്ട് കായ്ക്ക് ഇപ്പൊ ഒരു നിലയും വലില്ലാതേക്കുന്നു. പാവങ്ങൾക്ക് വല്ലതും കൊടുത്തൂടെ? മാംഗോസ്റ്റീൻ തോട്ടത്തിലേക്ക് കിടക്കാൻ പോകണം. പൈസൽക്ക് പറഞ്ഞിട്ട് വണ്ടി പൊന്തിച്ചു. വണ്ടി ഒന്ന് ചെറുതായിട്ട് പൊക്കി. അങ്ങനെ ഫുഡ് സ്റ്റെപ്പിലുകൊണ്ട് തട്ടുമില്ലേ എന്നൊരു പേടി. മാംഗോസ്റ്റീൻ തോട്ടം തട്ടൂല്ല. ഇത് മൊത്തം മാംഗോസ്റ്റീൻ മരങ്ങളല്ല. സാധനം ഇവിടെ കാക്ക വന്നു ഞാൻ സൈഡാക്കി. ഇതാണ് മാംഗോസ്റ്റീൻ. 150 രൂപ. ഏലേ നരി സാധനം നല്ല ഒരു 5 കിലോ എടുക്കി. 150 രൂപ കിലോ. അതന്നെ, അങ്ങനെയാണ് അതിൻ്റെ. അതിന്റെ ബാക്കിൽ എത്ര എണ്ണാണോ അത്ര എണ്ണ ഉണ്ടാവും. അതിന്റെ ബാക്കില് ആ പെറ്റൽസിന്റെ എണ്ണം അതിന്റെ ഉള്ളിലുണ്ടാവും. കറക്റ്റ് കയറാം. അല്ലല്ല, അങ്ങനെ തന്നെ കയറാം. എനിക്ക് ഇന്തോനേഷ്യന്ന് പഠിപ്പിച്ചു തന്നാണ്. ഞാൻ ബാലി പോയപ്പോഴാണ് പഠിച്ചത്. 5 പൊളിക്ക്. അത് നമ്മൾ സ്വന്തമല്ല, നമ്മൾ 5 കിലോ ഓർഡർ ചെയ്തില്ല. ഇപ്പൊ എത്ര കിലോനാ കയറുക? ഒരു 5 കിലോ ഇവിടെ കെട്ടി, ഒരു 2.5, അടുത്ത 2.5. ആ, സാധനം സൂപ്പർ കേട്ടോ. സാധനം ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. മസ്റ്റ് ട്രൈ. മഴയും പെയ്തല്ല. നിങ്ങൾ വിചാരിച്ചും ഫുഡ് കഴിച്ചാൽ വെറും ഫുഡ് കഴിച്ച് ഇറക്കണമെന്ന്. ഇത് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോസ്റ്റ് എല്ലാവരെ കൊണ്ടും പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ്. മാംഗോസ്റ്റ് വയനാട് അടിവാരത്ത് നിന്നും ഫ്യൂലപ്പ് മിസ്റ്റർ തങ്ങൾ. കാക്കാ ഞാൻ എത്ര കിലോനെ മേടിക്കണേ? 5 കിലോ. കാക്കാൻ്റെ 5 കിലോ ബോക്സ് ആക്കാണ്. എന്താണ് ഇപ്പോൾ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത്? മാംഗോസ്റ്റ്. ഇതിന്റെ പ്രവർത്തന ഫലം എന്താണെന്ന് അറിയോ? എന്താണ്? പക്ഷെ മരത്തമ്മ ഉണ്ടായ ഫലാണ് അല്ലേ? ഷാനിക്ക എത്ര രൂപ തിന്ന് വല്ല ഐഡിയ ഉണ്ടോ? എങ്ങനെയുണ്ട്? തിന്നുകൊണ്ടിരിക്കൂല. സ്റ്റാമിന ബൂസ്റ്റർ. അയ്യ, അതാണത്. ഏതിന്റെ നല്ല സ്റ്റാമിന ബൂസ്റ്ററാണ്. ബൂസ്റ്ററാണല്ലേ? എന്തിനുള്ള സ്റ്റാമിന? അങ്ങനെ ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമിലർലി എനിക്ക് ബന്ധപ്പെടുന്ന കിട്ടി. ഇത് കിട്ടി. हम लोग खा रहा है वो तो मैंगोस्टीन अच्छा वाला है, बहुत स्वीट है ये तो. बाकी तो मरजाम बोलेगा. कितने प्राइस है इसमें? तो एक 150 आएगा 1 kg के. नेगोशिएबल प्राइस है. സ്റ്റാമിന ബൂസ്റ്റർ. എന്ത് ചെയ്യുന്നറിയാന്ന് പറ്റാതെ കാക്ക നിൽക്കുകയാണ്. വളരാത്ത പോരാളി. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രതിഫലം എല്ലാരും മാംഗോസ്റ്റീൻമ കൂടിക്കാണ്. മാണ്ടാറുണ്ട്. 1 കിലോ കോംപ്ലിമെന്ററി കിട്ടിക്കണം കേട്ടാ. പെട്ടി അടുക്കളാണ്. വയനാട് ഡെലിവറി ചെയ്യാളാണ്. മാംഗോസ്റ്റീൻ തോട്ടം മസ്ത് ട്രൈ. ഇതാണ് ആ തോട്ടം. അവിടെ ഒരു പള്ളി. അതാ പള്ളി. നേരെ പള്ളിന്റെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ടാവും. അടിവാരം പള്ളി. 2 പമ്പ് കഴിഞ്ഞിട്ട് അതാണ് ലൊക്കേഷൻ.
എന്താണ് പ്രശ്നം? അതതിന്റെ ഉള്ളിൽ ഉണ്ട് നല്ല വൈബാട്ടോ പുറത്തോട്ട്. കോട പൈസ സ്ഥലമാണ്. ഫുൾ സ്ക്വാഡാണ്. ഫുൾ കോട ഇറങ്ങിയിട്ട് എടുക്കണം. ബാലിവുഡ് ഇതാണ് ഫൈസൽ ക സോളോ കഫേ ഷെഫ് ഫൈസൽ ക. ഒന്ന് ഫൈസൽ ഖാന്റെ സ്പെഷ്യൽ ആട്ടാ ഫുള്ള്. ഈ ഇത് റിസോർട്ടിന്റെ പേരെന്താ നിങ്ങള്? ആസ്റ്റൺ ഗ്രാവിറ്റി. ഗ്രാവിറ്റി. പൊളി സ്ഥലമുള്ള ആസ്റ്റൺ ഗ്രാവിറ്റി അല്ലേ? അടിപൊളി കിച്ചണിലെ പൊളി കിച്ചൺ. അതാക്കണ സാധനങ്ങൾ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മൂപ്പര് ഏതൊക്കെ ചോദിച്ചിട്ട് സ്റ്റീക്ക യോ മോനെ നോക്ക എന്താ വൈകുല. കാറ്റ് ഏത്? അതാണ് എടക്കൽ കേവ്. എന്റെ മോനെ സീനറി സ്ഥലം. ഇനി ഇത് കുടമുടിയതാണ്. അത് ബാണാസുര ഡാം. അപ്പുറത്ത് വന്നിട്ട് അവിടെ ചേമ്പ്ര പീക്ക് എല്ലാം കാണാപ്പോ. അത് ഫുൾ വയനാട് ഫുള്ള് 70% കവർ ചെയ്യും. 2 BHK ആണ് അല്ലേ? എക്സ്പ്രസ് ബ്രോസ്റ്റഡ്. ഒരു രക്ഷയില്ല. നേരത്തെ ഫുള്ള് ഇങ്ങോട്ട് കയറും. കിച്ചണൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഫൈസൽ ഖാന്റെ സ്പെഷ്യൽ ഷവർമയാണ് ഫസ്റ്റിലാണ്. ഷവർമ ഭക്ഷണം വിഷയമല്ല. ഭക്ഷണം ഇവിടെ എന്ത് കിട്ടിയാലും തികയൂല. ആരാണോ ഉദ്ദേശിച്ചത്? മർജാനാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഭക്ഷണേ ഇനി ഹെവി വേണോന്ന്. കോഴിപ്പീടക്കാരുടെ പൂട്ടണ്ടാരെ. ഇത് ഏതാ മെയ്ഡ് ഏതാപ്പോ? അവക്കാടോ ബട്ടർ വീട്ടിലുണ്ടായതാണ്. ഒരു കേക്ക് മുള്ളഞ്ചക്ക സീതപ്പഴം കണ്ടില്ലല്ലോ. മുള്ളഞ്ചക്ക ഇത് സീതപ്പഴത്തിന്റെ മാതിരി തന്നെയാണല്ലോ ശരിക്ക്. ആ മൂലക്കലായിരുന്നു അങ്ങനെ വെച്ച് പറിച്ചിരുന്നു. കേടുത്തരുത്. ഇത് മധുരത്തിന് വേണ്ടി പുളിയാണ്. പുളിയാണല്ലോ ഇതാ. ഇത് ഷുഗറാണോ? ഷുഗറാണോ? ഷുഗറാണ്. ഞങ്ങൾ ഷുഗർ കട്ടിലാണ്. കുഴപ്പമില്ല. അതിന് ചെയ്യൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഇതിന് വെള്ളം കുടിച്ചിട്ട്. ഇതാ മറ്റേ സാധനം പെരിയറിന്റെ സോഡ അല്ലേ? സൗദി ഷാമ്യയിലിടുന്നത് ഭയങ്കര റേറ്റാണ് ഈ സാധനത്തിന്. സോഡ ഇതിലാണ് ചെയ്യണല്ലേ? അതായത് സോഡക്ക് ഇതും പിന്നെ അപ്പിഫീസിന്റെ ഒപ്പം എന്തെങ്കിലും ആപ്പിളിന്റെ വേറെ എന്തെങ്കിലും ചെയ്ത് പ്യൂരി. ഇതാണ് അതിന്റെ പേരിട്ടാ ഗ്രാവിറ്റി. ഇത് കിട്ടിയില്ലേ? ഏതാ വൈബ്. എല്ലാരും ഇങ്ങനെ സ്കൂളിൽ ചാട റെഡി നിക്കട്ടാ. ഹലോ അങ്ങനെ റോളാക്കാൻ പോവുകയാണ്. അതൊക്കെ ഇനി നേരെ നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും. ബബറിന്റെ
ഗ്രിൽ മെഷീൻ. ആയിവാ, ഇനി 2 ഭാഗം മൊരിച്ച് ടോസ്റ്റ് ആക്കണം. ഇങ്ങനെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഞ്ചായി ഇത് സ്റ്റാർട്ടറല്ലേ? ഇനി ഒരു സംഖ്യന്റെ ഫുഡ് വരാൻ പോണുള്ളൂ. വരിക്ക് ഇനി ഒരു 10-15 ഐറ്റം വരാനുള്ളൂ. അറിയില്ല ചാട റെഡി നിക്കണേ. എന്തിനുള്ള ചിക്കൻ ബ്രസ്റ്റ് പുതിയതാ ഡിഷ്? ഇതെന്താ? ആ, സാലഡൊക്കെയുള്ള. ടേസ്റ്റ് അടുത്ത സാധനം, പുതിയ സാധനം വന്നിക്കണ് ഇവിടെ. അത് ബോഡി ബിൽഡിങ്ങും മറ്റേ മ്യൂസിക് വിത്ത് ബോഡി ഷോ ഒക്കെ കഴിക്കണല്ലോ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അതാണ് അതിന്റെ ഒരു വൃത്തി. നമ്മൾ തമ്മിലുള്ള സ്നേഹം. എന്ത് സ്നേഹം? ഹംസപ്പിറ്റിന്റെ പരസ്യമുണ്ട്. ഇതോടെ ഇവിടെ സാലഡ് റെഡി ആവുന്നുണ്ട്. ഷവർമ്മ ഇങ്ങനെ ചൂടാറിയപ്പോ രസമുണ്ട്. മറ്റേ തൊള്ള പുള്ളി ഒന്നും ഇനി ടേസ്റ്റ് ഇടൂലേ. ഇത് ഏത് സാമാൻ? ഏതച്ചാ? ഈ ബംഗാളിനെ കൊടുന്നില്ലാന്ന് വേണ്ടറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന്. നിങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഒരു വ്ളോഗ് കണ്ടിങ്ങനെ മൂപ്പരോട് പറയുന്നത്. നിങ്ങൾ ഇടക്കിടക്ക് കാണാനുണ്ട് വണ്ടീന്റെ മെയിനായിട്ട്. മൂപ്പര് പേജ് അറിയോ? മൂപ്പര് നിങ്ങൾ കണ്ടിക്കണ ജലീൽ 369 ഇൻസ്റ്റാഗ്രാമില്. വണ്ടീന്റെ ഇടക്കിടക്ക് വണ്ടി അതും അങ്ങനെ മൂപ്പര് അതിന് ഇൻസ്പയർ ഇട്ടതായിരിക്കാം. ഇപ്പോഴത്തെ അമ്മന്റെ മറ്റേ പരിപാടി മൂപ്പര് വ്ളോഗ് ചെയ്തിരുന്നു അത്യാവശ്യം. ആ വിൽട്ടണിൽ വെച്ച് നിങ്ങൾ എന്തോന്ന് പറഞ്ഞു എന്നോട്. ഇങ്ങനെ തീരുമ്പോ പണി തരാൻ ഞങ്ങളെന്താ കുപ്പിന്ന് വന്ന ഭൂതമാന്ന് വെച്ചില്ലേ. ബർബിക്യൂ ചിക്കൻ സാലഡ് വർക്കൗട്ട് സ്പെഷ്യൽ. ഇവിടെ മർജാൻജി എന്തത് വസ്ത്രാഭിഷേകോ? കുപ്പായൊന്നും ഇല്ലേ? ഒരു ഫോട്ടോ കേട്ടായിരുന്നു. മൂപ്പരെ വൈഫ് ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്ക് കേട്ടോ. ഇതിന്റെ പേരിപ്പോ എന്താന്നുള്ള അതിന് പഠിച്ചണം. ഇതിപ്പോ ദുബായിൽ ട്രെൻഡിങ് ആയ സാധനമാണെന്ന് പറഞ്ഞത്. ഇതിന്റെ സ്പെല്ലിംഗ് എന്താ? മെറ്റിൽഡ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ മെറ്റിൽഡ. ആരെയും കേട്ടവരുണ്ടോ? ആ, മെറ്റിൽഡ ദുബായിൽ ട്രെൻഡിങ് ആണല്ലോ. റെസിപ്പി കുസാർക്ക് മുന്തിരിങ്ങ, കുസാൽക്ക് നാരങ്ങ. നാരങ്ങ ഉണ്ടോന്നുണ്ടല്ലോ. മുസമ്പി നാരങ്ങ ഉണ്ടല്ലോ. ഈ മുസമ്പി കൂട്ടിയിട്ട് മുസമ്പി കൂട്ടിയിരുന്നു. ഇതിപ്പോ വരും ആരപ്പടെ അയത്തിലാണ് പറഞ്ഞത്. അല്ല ഇതല്ല, അത് വരുന്നു അടുത്തത്. അവിടെ കിടക്കണ കിടപ്പ് വേണ്ട. നിങ്ങളല്ലേ സാലഡിന്റെ പരിപാടി കൊടുക്കണം പറയുന്നത്. ചോറ് പറഞ്ഞല്ലോ. പറഞ്ഞോ സ്പൈസി അല്ലേ? സ്പൈസി ഉണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് സാലഡാ. ഞങ്ങൾക്ക് സാലഡ് പറ്റുള്ളൂ, അതാണ് ഈ തിന്നുന്നത്. അടിച്ചു കയറി തിന്നത്, ബാക്കിയുള്ള ഒന്നും തിന്നൂല. സാലഡ് മാത്രം അടിച്ചു. സാലഡ് അടിച്ചു നോക്കിയാ സൂപ്പർ സാധനം. പിന്നെ കിട്ടൂല, എപ്പ തീരും. ഇവിടെ എന്താ എന്താ കാര്യമായിട്ട് അടിച്ചു? ഇതത്തെ ബ്രോസ്റ്റ് എല്ല് മാത്രമായല്ലോ പുതിന്. പോയാ ബേബി. എന്താ സംഭവം? എന്താ സംഭവം? എന്താ അതോ അമ്മോ പോയി. എല്ലാരും പോയാ?
ഇത് ഫുള്ള് തൈല. സ്പെഷ്യൽ മസാലയിൽ മുക്കിയ ബാർബിക്യൂ ചിക്കൻ. എന്താ സോയ സോസാ? ചെമ്മീൻ മറിച്ചിടല. ഉള്ളിത്തോല്, ചെറിയുള്ളി, തണ്ട്, ചില്ലി. ചില്ലി സോസ് നല്ല എരിവാ. പുളിയാ? ടാമറിൻ പുളി? പുളിയല്ലേ? ലെനാണോ? ചക്കര? ആ ചക്കര എല്ലാം പുളി വെള്ളം മാത്രമേ എടുക്കുള്ളൂ അതാ. ഇന്റർനാഷണൽ ലെവൽ പ്ലേറ്റിങ്. പൊളിച്ച്. ടാമറിൻ ഫോർക്ക് ഉണ്ടോ? ഫോർക്ക് ഉണ്ടെങ്കിൽ വണ്ടി വരുമോ? വേണോ? ചെമ്മീൻ ചെമ്മീൻ ചെമ്മീൻ. ചിക്കൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറൊക്കെ ഇനി എന്തെല്ലാം ഐറ്റംസ് വരാണ്ടല്ലേ മുതലാളിൻ്റെ. ടാമറിൻ പ്രോൺസ് അല്ല പറഞ്ഞത്? തായ് ഡിഷാട്ടാ. എങ്ങനെയുണ്ട്? ഒറിജിനൽ ആ പുളിപ്പ് ഇപ്പം റെഡി ആയി. സ്പൈസ് നാളത്തെ മസാല മാത്രം ഭയങ്കര കുത്തിന് വരുമായിരുന്നു. ഒരു രക്ഷയില്ല. പുളി പപ്പാളി സാധനം. മജ മജ. ഇതൊരു രക്ഷയില്ല. മജ മജ. ഇത് ഒരിക്കലുണ്ടാവില്ല. ഓഹോ മാരക വൈബാള. ഏതാ സ്ഥലം? ഊഞ്ഞാല എന്താണ് ആക്കണ്ട? ഉപ്പ് കുറവുണ്ട് ബാർബിക്യൂല് അല്ലേ? ചെമ്മി എങ്ങനെയുണ്ട്? അടിപൊളി നല്ല ടാമറിൻ പ്രോൺസ്. ചെമ്മീന് പാകാണത് വേവ്. അതങ്ങനെയാണ് വേവിക്കല്ലേ. നമ്മളെ നാട്ടിലാണ് ഞെരിച്ചു പൊരിച്ചത്. അതൊരിക്കലും ചെയ്തത്. ഇതാണ് മാറ്റിൽഡ കേക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേക്കാണ്. മാറ്റിൽഡ കേക്ക്. മാറ്റിൽഡ കേക്കാണല്ലോ. UAE-ലൊക്കെ ഭയങ്കര വൈറലാന്ന് പറഞ്ഞത്. ദുബായില് നമ്മള് ഗ്രാവിറ്റി ആസ്റ്റൺ ഗ്രാവിറ്റി വയനാട്ടിൽ നിന്നും മുറിക്കാൻ പോവാണ് മാറ്റിൽഡ കേക്ക്. ഇവിടെ അയിമ ഒഴിക്കാണ്ട് ബെൽജിയം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാണ്ട്. ഇതിന്റെ സ്ഥാപകനാണത്. ഫൈസൽ ഖാന്റെ ബീവി ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്കാണ് മാറ്റിൽഡ കേക്ക്. ബെൽജിയം ചോക്ലേറ്റ് ഒഴിക്കാണ്. ബെൽജിയം ചോക്ലേറ്റ് കട്ടേട്ടാ. മറ്റിൽഡ കേക്ക് ആദ്യമായിട്ടാ. മറ്റിയില കേക്ക്. മുജീബിന്റെ 34ാമത്തെ ബർത്ത്ഡേയില് മറ്റിൽഡ കേക്ക് ദുബായിൽ വൈറലാന്ന് പറഞ്ഞേട്ടാ. മിക്കവാറും കേരളത്തിൽ വൈറലാവോ? വയനാടാണതുള്ളത്. ഒരു പീസിനെ നിർത്തും. ഡോപ്പമീൻ ഹിറ്റ് ചോക്ലേറ്റ് ആണ്. അടിച്ചു കയറും. ഹണി സ്പെഷ്യൽ കേക്ക് ഞാൻ എടുക്കാം. രസം കേട്ടോ. നല്ല സാധനം. ഒന്നുകൂടില്ല. ഇത് ചോക്ലേറ്റ് ഉത്തി നിങ്ങൾക്കണ്ടേ? മലയാളി കൊടുത്തിട്ടില്ല. ഞാൻ അടുത്തല്ലോ നിങ്ങൾ.
തണുത്തിട്ടല്ലോ നമ്മള് കൊടുക്കുകയാണ് സഹോദരന്മാരെ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് പിന്നെ മറിച്ചാൻ പറ്റുന്ന ഒരു പീസ് കൂടെ ഫ്രഷ് റോസ്മേരി ഗാർഡനിൽ നിന്നും സ്വന്തമായി കുക്ക് ചെയ്ത ഗാർലിക് എടുത്തത് ഗാർലിക് റോസ്. രണ്ടാമത് ഉപ്പിട്ട ചിക്കൻ. ഉപ്പും കൂടി ഇട്ട് ബാലൻസ് ചെയ്തേക്കണത്. ഉപ്പ് കുറവാണ് പറഞ്ഞോണ്ട്. എന്തിനാ വെറുതെ പ്ലേറ്റ് അവിടെ വെച്ച് സമയം കളിയുന്നു പിടിച്ചോണ്ട് ഇതാ ഉപ്പിട്ട ചിക്കൻ സ്വിമ്മിംഗ് പൂൾ ചിക്കൻ സ്വിമ്മിംഗ് പൂൾ ചിക്കൻ എറിഞ്ഞ കൊടുക്കണതാ. എന്താ അത് ഉപ്പിട്ട് രണ്ടാമത് സെറ്റ് ആക്കിയതാ. മസാല പിന്നെന്താ വെച്ചാ മാരിനേഷൻ ടൈമിങ് ഇന്ന് ഇട്ടിട്ടല്ലോ. ഒരു ദിവസം പിടിക്കുകയാണെങ്കിൽ. സോസിന്റെ പേരെന്താ ശരിക്ക്? നിങ്ങളെ സോസിന്റെ പേരെന്താ? സ്റ്റേക്കിന്റെ സോസ് ബ്ലാക്ക് പെപ്പർ. പുക പാർന്നത്. ബീഫ് ടെൻഡർലോയിൻ സ്റ്റീക്ക് ഞങ്ങൾ വർത്താനത്തിൽ ചെറുതായിട്ടൊന്ന് ടെമ്പറായി. എന്നാലും കൈക്കടി ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോളേ ബീഫ് ടെൻഡർലോയിൻ സ്റ്റീക്ക് പറഞ്ഞിട്ട് കാര്യം വെള്ളത്തിൽ കറക്കാതെ ഒരു കളി നടക്കുന്നു. അത് ഞാൻ പറഞ്ഞു. അതൊരു അല്ലല്ല, അത് സോസ് സൂപ്പറല്ല. പൊളിച്ചോ സോസും അടിപൊളി കേട്ടോ. റെസിപ്പി വെച്ച് വന്നേക്കാണ് ഹണി കേക്കിന് മലയാളി. ഒന്നുകൂടെ അടിപൊളി. ടെൻഡർലോയിൻ സ്റ്റീക്ക് പൊളി സാധനം. എന്റെ മോന ഇതൊന്നും പ്രശ്നമില്ല. ഇത് ആകെ പെപ്പർ, കുരുമുളക്, ബട്ടർ, റോസ്മേരി. എവിടെ അലക്സ ഓണാവോ? അലക്സ ഹിന്ദിയിലൊക്കെ പറയണത്. അലക്സ ടി വി ഓൺ. ടി വി ഓണായി. എവിടെ ആളെവിടെ? വസാബി തിന്ന റിയാക്ഷനാണ് കേട്ടത്. വസാബി ഇപ്പൊ എടുത്ത് പോയി. അപ്പൊ നിങ്ങൾ സൂഷി എന്താ പറയാ? സൂഷി റോൾ ചെയ്തോണ്ടിരിക്കാണ്. സമയം 8 മണിയായി. അങ്ങനെ സാൽമൺ ഫിഷ് വെച്ച് നമ്മൾ സൂഷി ഉണ്ടാക്കാൻ പോവുകയാണ്. റൈസും പല കേക്കും ഇവിടെ റെഡി ആയി. ഫൈസൽ ഖാന്റെ മാസ്റ്റർ പീസ് ഐറ്റം സൂഷി. വസാബി എന്ന് കിളി പോയി നിൽക്കാണ്. വസാബി എന്നിട്ട് വസാബി ജാപ്പനീസ് വസാബി. സാൽമൺ വെച്ചു. എന്താണ് ഇവിടെ മാലീസ് ഇട്ട് കൊടുക്കുക? അതെ, ഒരു എല്ലാവരും സൂചിക്ക് വേണ്ടി ആകാംക്ഷഭരിതപൂരിതമായിട്ട് കാത്തിക്കും. തിന്നാത്ര രസം ഉണ്ടാവില്ല. സാൽമൺ വെക്കും, ക്രാബ് വെക്കും, ട്യൂണ വെക്കും. ഇതാണ് മസാല. എടുക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ട്രഡീഷണൽ സാധനമാണ്. ഈ സാധനം ശരിക്കും എടുക്കുകയാണെങ്കിൽ ഈ സ്രാവിൻ്റെ വാലില്ല, അതിൻ്റെ വാലിൽ അടുപ്പിച്ചത് പിടിച്ചെടുക്കും. ഇതിന്റെ ഉപയോഗം, ഇതിന്റെ ആ പഞ്ച് സ്മെല്ല് മീൻസ് ആ ചൊയ മാറാനല്ലേ? അതായത് നമ്മളെ പച്ചമീൻ കഴിക്കുമ്പോഴുള്ള ആ മാറാനുള്ള ഒരു ഇതാണ്.
മീൻമുട്ട അറിയാത്ത ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങള് ചോദിച്ചു മീൻ മുട്ട സാൽമന്റെ മുട്ട ഇതൊന്നും പ്രശ്നമില്ല. ആറാം സെ ധീരെ സെ വിരല് എനിക്കത് എന്റെ ഒരു കുട്ടൻ രണ്ട് വിരല് മാത്രമേ പിടിക്കാനുള്ളൂ. ഈ കൈ കൊണ്ട് ഈ കൈ ഇളക്കാൻ പോടാ. ഇനി പെണ്ണ് ഇതുകൊണ്ട് ഇങ്ങനെ ഇത് പിടിക്കും. ഇടങ്ങാറുണ്ടെങ്കിൽ ജസ്റ്റ് അടിച്ചു. സോയ ഉള്ളതുകൊണ്ട് സ്വീറ്റ് ഉണ്ട്. അത് കഴിക്കണം. ബാത്റൂമിൽ പോകണം. സാബി സീനാണ്. ഇന്നലെ ജിമ്മിൽ വന്നിട്ടില്ല. ഞാൻ ചോയ മാറാൻ വേണ്ടി വേറെ പോയി അത് കഴിച്ചാ പോയി. അങ്ങനെ പറയാൻ പാടില്ല. മൂക്ക് കൂടി ആ ചോയ പോവാൻ വേറൊരു പീസ് പെട്ടെന്നുള്ള ഇത് പിന്നെ സഹിക്കാം. വസാബി മൂക്ക് കൂടി ഒരു പുകച്ചില്. അത് കഴിച്ചിരിക്കണേ. ഇത് സൂപ്പറാണ്. ഇത് മാംഗോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ റോ ഫീൽ ഇല്ല. ഇവിടുത്തെ ഒരാൾ പഠിച്ചിരിക്കണ്ടേ, അവർക്കൊന്നും കൊടുക്കും. ഒരു പീസ് ഇതിന് നല്ല കിട്ടിട്ടാ മീന്, പച്ചമീന് ആ സാധനം കഴിക്കുന്നുണ്ട്. കൈ വറക്കുന്നുണ്ട്. ഞാൻ പിടിച്ചോ കൈ വറക്കുന്നുണ്ട്. സമീറ ഇനി വേടാ സമീർ കട്ട് ചെയ്യാണ്. ഞാനൊന്നാണ് പോയപ്പോ ഇത് വെച്ചിട്ട് നിങ്ങള് ഇതിന് ഫില്ലൊക്കെ വെച്ചിട്ടില്ലല്ലോ. എനിക്ക് അവർ പച്ചമീൻ ഒന്ന് കട്ട് ചെയ്ത് തരുമോ? ചെറിയില്ലേ അല്ല എനിക്ക് ഇത് കഴിക്കണേ കുറച്ച് ടൈം എടുക്കും. കുറച്ച് അതിന്റെ കൂടെ ആവുമ്പോ അറിയില്ല. ഇനി സ്റ്റിക്കൊക്കെ എടുത്തിട്ട് കുറച്ച് സൈസസ് അടിയില്. അങ്ങനെ ഫൈനലി ഓ സംഭവം നായിക്കുണ്ട്. അതിങ്ങനെ തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കാനം വരുന്നുണ്ടോ? അതിനൊരു ടെക്നിക്ക് രോമാഞ്ച ചഞ്ചുകമായ സെമീർലി ആദ്യമായി സൂസി ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. വെള്ളം അല്ല ഓനക്ക് അത് കുറച്ചിട്ടാ അസ്മാബിന്റെ മണ്ട വസാബിയാണ് കൊടുത്ത ആർക്കും വേണ്ട. അസ്മാബിയാണല്ലോ പച്ച കഴിക്കില്ല എന്ത് സംശയം. പച്ചക്ക് സാൽമൺ കഴിക്കാൻ പോണ. സോയാ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്റെ മോന ഓ അത്ര വലിയ ടേസ്റ്റ് ഉണ്ട്. പച്ചമീനല്ലേ എത്തുന്നത്. ടേസ്റ്റ് അല്ലാണ്ട് ഇറങ്ങിക്കിടുന്നില്ല. ഒരു മീനിന്റെ വീഡിയോ ആ സോയ തട്ടി പറഞ്ഞു കുഴപ്പമില്ല. അടുത്ത ബീഫ് വന്നിട്ടുണ്ട്.
മറ്റേ പറഞ്ഞ തീരുമ്പോ പണി തരാൻ ഞങ്ങൾ എന്താ കുപ്പി എന്ന് പറഞ്ഞ ഭൂതം ഞാൻ പഠിച്ചിട്ടാ പഠിച്ചോ കൊള്ളിമ തിന്നാൻ പഠിച്ചു ഇതിന്റെ അത്ര പഠിച്ചാ കൊത്തി തിന്നു ഒറ്റ ഒന്നും കുത്തിരിക്കണം അത് കുത്താൻ ജപ്പാൻ കോല് വെട്ടിപ്പോ ഇല്ലാതെ എന്റെ മോനെ പൊറാട്ടയും ബീഫും എന്തത് ചാടി പോണ ഒരാൾ സൂശിയായി പറഞ്ഞപ്പോ ഓടിയുന്ന മനുഷ്യന്മാരെ പൊറാട്ട ആണോ പൊറാട്ട ബീഫ് ഞാൻ ഡയറ്റിലാണ് എനിക്ക് വേണ്ട ഞാൻ തന്നൂല എനിക്ക് തരുന്നെ വേണ്ട ഇന്ന് അത്യാവശ്യത്തിലധികം ഞാൻ സൂഷി മാത്രം കഴിക്കാൻ വന്ന പൊറോട്ട ബീഫ് ആർക്കാൻ വേണ്ടി ഇവിടെ സെമീറിൽ ഇവിടെ അങ്ങനെ പൊറാട്ടയും ബീഫും കഴിഞ്ഞു. അപ്പൊ വൈസൽക്ക് അടുത്ത് മോമോസ് ആണല്ലോ. ഇനിയുണ്ടാ പുതിയ ഡ്രിങ്ക് ആണല്ലോ. എന്തോ പുതിയ സാധനം ഉണ്ടാക്കിട്ടോ. അതാരെ കുടിച്ചിന് കുടിക്കാനായിട്ടില്ലല്ലോ. മുളക് ചുണ്ടുമട്ടണ്ട അടിപൊളി കുറച്ച് സ്പൈസിയാണ്. കിളിപാറോ എന്ത് സാധനം എന്ന് പറയണില്ല കേട്ടോ. ഒരു പേരെന്താ? വെറുതെ ഡ്രിങ്ക് പേരൊന്നും ചേട്ടാ. വെറുതെ ഡ്രിങ്ക് അടിച്ച് ഈ കൊലത്തിലാണെങ്കിൽ കാര്യത്തിൽ അടിച്ച എന്തേക്കാര അവസ്ഥ. എന്റെ അതേ ഫേസ് കട്ടുള്ള ആളാണെന്നാണ് ഇയാളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം. വയനാട് നിന്ന് ഞാൻ കണ്ടുമുട്ടിയതാണ്. കുറെ ആൾക്കാർ പറയണ്ടില്ല. നിങ്ങളുടെ പേര് ഷബീബ്. എന്റെ ഫേസ് കട്ടാണെന്നാണ് എല്ലാരും പറയണത്. പറഞ്ഞത് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാരും ബ്ലാക്ക് ആട്ടോ. ബ്ലാക്ക് അന്വേഷണം നടത്തുക. ബ്ലാക്ക് ഇട്ടാണ്ടുള്ള ഫോട്ടോ ആണ്. എല്ലാരും ബ്ലാക്ക്. എല്ലാരും ബ്ലാക്ക്. ബ്ലാക്ക് ഊരി കഴിഞ്ഞ സ്റ്റീവ് ഫ്ലവർ നല്ലാണെങ്കിൽ വെള്ളത്തിൽ ചൂടാൻ ബോയിൽ ചെയ്തു. സൂപ്പറാണ്. സൂപ്പർ എവിടെ എല്ലാരും ഇവിടെ പോട്ടെ. അപ്പൊ ഇന്നത്തെ പരിപാടികൾ കളറാക്കിയതിന് ഞങ്ങളുടെ ഫൈസൽ ബായ്ക്ക് 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മാണിക്കല്ലാണ് നമ്മളെ റിസോർട്ട് ഓണർ ഇതാ മുസ്തഫ അല. മൂപ്പരാണ് ഇതിന്റെ മലയാളി. വീണ്ടും സന്ധിക്കും വരെ വണക്കം. 4 മണിക്ക്. അപ്പൊ ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക്. ബൈ. ഓക്കെ. റെസിപ്പി ചെയ്യാൻ ഒരു ബട അവക്കാടോ കിട്ടിയിട്ടുണ്ടോ ഫൈസൽഖാന്റെ വീട്ടിലുണ്ടായ. ഇത് പഴുത്തിട്ട് വേണം ഒരു വെറൈറ്റി റെസിപ്പി നോക്കാം. പോല ഞങ്ങളെ നാശാക്കരുത് പറഞ്ഞില്ലേ. അപ്പൊ പോവാട്ടാ. ബൈ. സുലാൻ. അതായത് ബെൻസും BM-ഉം തമ്മിലുള്ള മാരക റേസിംഗ് ആണ്. ആക്ക ബെൻസ് വിട്ടിരുന്നില്ല. നിങ്ങള് വർത്താനം പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഓവർടേക്ക് പിച്ചാണ്. അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുതരൂല. ആന്നേ തീരെ വള്ളി വരൂല്ലാന്ന്. ബെൻസിന് ഏതാനും നിമിഷങ്ങൾ നമ്മൾ വെട്ടിക്കുന്നതാണ്.